സിനിമാ മംഗളത്തിൽ വന്ന മേക്കപ്പ് മാൻ എം.ഒ. ദേവസ്യയുടെ ആത്മകഥ ഉണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതല്ല. കുസൃതി തരങ്ങൾ, സിനിമാ രംഗത്തെ കുസൃതി തരങ്ങൾ, തനിക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാം ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് എം.ഒ. ദേവസ്യ അവതരിപ്പിച്ചപ്പോൾ സിനിമയിലെ പല പൊയ്മുഖങ്ങളും ഇളകി വീണു. പലരുടെയും അന്തഃപുര രഹസ്യങ്ങൾ എം.ഒ. ദേവസ്യ പുറത്തുവിട്ടു. എം.ഒ. ദേവസ്യ പുറത്തുവിട്ട ഒരു കാര്യം കവിയൂർ പൊന്നമ്മയുടെ നാണമില്ലായ്മയാണ്. കവിയൂർ പൊന്നമ്മ ഒരു വടക്കൻ പാട്ട് ചിത്രത്തിൽ അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നു. മുലക്കച്ച കെട്ടിയാണ് അഭിനയിക്കുന്നത്. മുലക്കച്ച കെട്ടിയ കവിയൂർ പൊന്നമ്മയ്ക്ക് മേക്കപ്പ് ഇടണം. മേക്കപ്പ് ഇടാൻ എം.ഒ. ദേവസ്യ എത്തി. അന്ന് എം.ഒ. ദേവസ്യ മേക്കപ്പ് മാൻ എന്ന നിലയിൽ പ്രശസ്തി ആർജിക്കുന്നതേ ഉള്ളൂ. പിന്നീടാണ് IV ശശി ചിത്രങ്ങളുടെ സ്ഥിരം മേക്കപ്പ് മാനായി എം.ഒ. ദേവസ്യ മാറിയത്. എന്തായാലും മുലക്കച്ച കെട്ടി നിൽക്കുന്ന കവിയൂർ പൊന്നമ്മയുടെ നെഞ്ചിൽ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് എം.ഒ. ദേവസ്യയുടെ ദൗത്യം. എം.ഒ. ദേവസ്യ കവിയൂർ പൊന്നമ്മയുടെ മുഖത്തും കഴുത്തിലും നെഞ്ചിലും കൈകളിലും ഒക്കെ മേക്കപ്പ് ഇടാൻ തുടങ്ങി. പക്ഷേ മുലക്കച്ച കെട്ടിയിരിക്കുന്നത് കൊണ്ട് മേക്കപ്പ് നന്നായി ഇടാൻ എം.ഒ. ദേവസ്യയ്ക്ക് കഴിയുന്നില്ല. കവിയൂർ പൊന്നമ്മ അത് മനസ്സിലാക്കിയിട്ട് എം.ഒ. ദേവസ്യയോട് പറഞ്ഞു, ഞാൻ മുലക്കച്ച അഴിച്ചു മാറ്റാം, നിങ്ങൾ മേക്കപ്പ് ഇട്ടോളൂ, ഇത് നമ്മുടെ രണ്ടുപേരുടെയും ജോലിയല്ലേ. പറഞ്ഞു തീർന്നില്ല, കവിയൂർ പൊന്നമ്മ മുലക്കച്ച അഴിച്ചു മാറ്റി. കവിയൂർ പൊന്നമ്മയുടെ നിറമാറിടങ്ങൾ എം.ഒ. ദേവസ്യയുടെ കണ്ണിന് വിരുന്നായി. ആ മാറിടങ്ങളിൽ എം.ഒ. ദേവസ്യ മേക്കപ്പെട്ടു. ഇതാണ് കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് എം.ഒ. ദേവസ്യ എഴുതിയ ഒരു അധ്യായം. കവിയൂർ പൊന്നമ്മയെ പറ്റി എം.ഒ. ദേവസ്യ ഇത് എഴുതുമ്പോൾ തന്നെ അവരുടെ ഡെഡിക്കേഷനെ കുറിച്ചുകൂടി എം.ഒ. ദേവസ്യ പറഞ്ഞിരിക്കുന്നു. നടിമാർക്ക് ശരീരം കാണിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അഭിനയിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ്. നടിമാർക്ക് നന്നായി മേക്കപ്പ് ഇടുക എന്നുള്ളത് എം.ഒ. ദേവസ്യയുടെ ദൗത്യം കൂടിയാണ്. കവിയൂർ പൊന്നമ്മയ്ക്ക് നന്നായി മേക്കപ്പ് ഇടുക എന്ന ദൗത്യമാണ് എം.ഒ. ദേവസ്യ നിറവേറ്റിയത്. എം.ഒ. ദേവസ്യയെ നന്നായി മേക്കപ്പ് ഇടാൻ അനുവദിക്കുക എന്ന ദൗത്യമാണ് കവിയൂർ പൊന്നമ്മ നിറവേറ്റിയത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി വിജയിച്ചു. പക്ഷേ കവിയൂർ പൊന്നമ്മ ഇങ്ങനെ ബോൾഡായി പെരുമാറുമെന്ന് എം.ഒ. ദേവസ്യ ഒരിക്കലും കരുതിയിരുന്നില്ല. അതായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ പ്രത്യേകത. അവർ വളരെ ബോൾഡായിരുന്നു. അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സിനിമാ മംഗളം പത്രാധിപരായിരുന്ന മധുവൈപ്പന എന്നോട് പറഞ്ഞ ഒരു കഥയും ശ്രദ്ധേയം. നാനയിൽ അദ്ദേഹം മദ്രാസ് ലേഖകനായി ജോലി നോക്കുമ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ഹോട്ടൽ മുറിയിൽ അഭിമുഖം നടത്താൻ പോയി. നേർത്ത ഒരു ഗൗണാണ് കവിയൂർ പൊന്നമ്മ ധരിച്ചിരുന്നത്. അടിയിൽ അടിവസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. പൊന്നമ്മയുടെ ശരീരവടിവ് വ്യക്തം. ആ നിലയിൽ പൊന്നമ്മയുടെ ഫോട്ടോ എടുക്കാൻ മധുവൈപ്പന സാർ മടിച്ചു. കൂടെ നാനാ കൃഷ്ണൻകുട്ടിയും ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ. പക്ഷേ പൊന്നമ്മ പറഞ്ഞത് ഈ നിലയിൽ തന്നെ ഫോട്ടോ എടുത്തോളൂ എന്നാണ്. പക്ഷേ മാന്യനായ മധുവൈപ്പന സാർ പൊന്നമ്മയോട് മറ്റൊരു വേഷം സാരി ധരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. പൊന്നമ്മ മധുവൈപ്പനയുടെ നിർബന്ധത്തിന് വഴങ്ങി സാരി ധരിച്ച് വരികയും ഫോട്ടോ എടുക്കുകയും അഭിമുഖം നടത്തുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ വളരെ ബോൾഡായിരുന്നു. നായികയാകാനുള്ള സൗന്ദര്യമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തന്നെക്കാൾ പ്രായം കൂടിയ സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുക എന്നതായിരുന്നു അവരുടെ വിധി. നായികയാകാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഓടയിൽ നിന്ന് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഓടയിൽ നിന്നിൽ സത്യനായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ നായകൻ. അങ്ങനെയുള്ള അപൂർവം ചില ചിത്രങ്ങളിൽ മാത്രമേ നായികയായി അഭിനയിക്കാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ.
കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു പ്രണയം ശങ്കരാടിയുമായിട്ടായിരുന്നു. അതൊരു വൺ വേ ട്രാഫിക് പ്രണയമായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ പിന്നീട് പറഞ്ഞത്. കവിയൂർ പൊന്നമ്മയെ ശങ്കരാടിക്കങ്ങ് പിടിച്ചു. ശങ്കരാടി കവിയൂർ പൊന്നമ്മയെ അഗാധമായി പ്രണയിച്ചു. പക്ഷേ പൊന്നമ്മ വിവാഹം കഴിച്ചത് മണിസ്വാമിയെ. അതോടെ ശങ്കരാടി തകർന്നു. അദ്ദേഹം ദീർഘകാലം ബ്രഹ്മചാരിയായി ജീവിച്ചു. 50 വയസ്സിന് ശേഷമാണ് ശങ്കരാടി പിന്നീട് വിവാഹം കഴിച്ചത്. ശങ്കരാടിയുടെ വിവാഹം മാധ്യമങ്ങൾ നന്നായി ആഘോഷിച്ചു. അപ്പോൾ ശങ്കരാടി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു പൊന്നമ്മയോട്. പക്ഷേ ആ പ്രണയം സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ദീർഘകാലം വിവാഹം കഴിക്കാതിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സായി. എന്നെ നോക്കാൻ ഒരാൾ വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ആ വിവാഹം വളരെ ആർഭാടം നിറഞ്ഞതൊന്നും ആയിരുന്നില്ല. ലാളിത്യമാർന്ന ഒരു വിവാഹമായിരുന്നു അത്. പക്ഷേ ശങ്കരാടിയുടെ വിവാഹം മാധ്യമങ്ങൾ നന്നായി കവർ ചെയ്തു. അങ്ങനെ പൊന്നമ്മയെ പ്രണയിച്ചതുകൊണ്ട് ശങ്കരാടിക്ക് വിവാഹ ജീവിതം കുറേ വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. പൊന്നമ്മ ഒരു കാലത്ത് സിനിമാ നടന്മാരുടെയൊക്കെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയായിരുന്നു. എന്ത് കാര്യവും ബോൾഡായി ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു പൊന്നമ്മ. ഭർത്താവ് മണിസ്വാമിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, അല്ലെങ്കിൽ മണിസ്വാമി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കവിയൂർ പൊന്നമ്മ തകർന്നില്ല. അവർ അഭിനയം കൊണ്ട് പിടിച്ചു നിന്നു. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അമ്മവേഷങ്ങളിൽ അവർ കസറി. മോഹൻലാലിൻ്റെ അമ്മയായി അഭിനയിക്കാൻ കവിയൂർ പൊന്നമ്മ തന്നെ വേണം എന്നൊരു ചിന്താഗതി തന്നെ, എന്നൊരു അവസ്ഥ തന്നെ ആ കാലത്ത് ഉണ്ടായിരുന്നു. അത്ര കെമിസ്ട്രി ആയിരുന്നു മോഹൻലാലും കവിയൂർ പൊന്നമ്മയും തമ്മിൽ. മമ്മൂട്ടിയുടെ അമ്മയായി തനിയാവർത്തനത്തിൽ കവിയൂർ പൊന്നമ്മ അസാധ്യമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. കവിയൂർ പൊന്നമ്മ മണിസ്വാമി പോയ ശേഷം ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടുന്ന വേഷങ്ങളിലൊക്കെ അവർ അഭിനയിച്ചു. നല്ല പ്രതിഫലം വാങ്ങാൻ അവർ ശ്രദ്ധിച്ചു. ഇതൊക്കെ കവിയൂർ പൊന്നമ്മയുടെ പ്രത്യേകതകൾ ആയിരുന്നു. ഒറ്റയ്ക്ക് ജീവിതം വെട്ടിപ്പിടിച്ച കവിയൂർ പൊന്നമ്മ മണിസ്വാമി അവശനായി വീണപ്പോൾ ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. എന്തായാലും കവിയൂർ പൊന്നമ്മയുടെ ജീവിതം വിസ്മയങ്ങളുടെ ഒരു ജീവിതമാണ്. അവർ വല്ലാത്ത ധൈര്യമുള്ള സ്ത്രീയാണ്. അഭിനയത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഘട്ടത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ശരീരം കൊണ്ട് വിട്ടുവീഴ്ച കാണിക്കേണ്ട ഘട്ടത്തിൽ അവർ ആ വിട്ടുവീഴ്ച കാണിച്ചു എന്നുള്ളതാണ് എം ഒ ദേവസിയുടെ അനുഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും എം ഒ ദേവസിയുടെ ആത്മകഥ ഒരു കാലത്ത് ചൂടേറിയ വിവാദങ്ങൾ നിറഞ്ഞ ആത്മകഥ തന്നെയായിരുന്നു.